ഇന്ന് ഒരു ഇലത്തോരൻ ഉണ്ടാക്കാനായിട്ട് വൻപയറിൻ്റെ കിളിർത്ത ഇല പറിക്കാൻ വന്നതാണ്. ഈ കിളിർപ്പ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നാൽ ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ആയിട്ട് വരികയും ചെയ്യും. കിളിർപ്പിൻ്റെ അടിയിലുള്ള ഒരു ഇലയും കൂടെ നല്ല ഇലയാണ്, അതിൻ്റെ തണ്ട് ഉൾപ്പെടെ ഇങ്ങനെ തണ്ടായിട്ട് പറിക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് കിളിർപ്പും. ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കയ്യെ ചാടി കയറി പിടിക്കാൻ വന്നിരിക്കണുണ്ടോ. ഏകദേശം ഒരു ചെരുവം കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഭാഗത്തു നിന്നാണ് അത്രയും പറിച്ചെടുത്തത്. ഇത് മലബാർ സ്പിനച്ച് ഒരുമാതിരി നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ അതിൻ്റെ കൂമ്പ് ഇങ്ങനെ വെട്ടിവിട്ട് അതെടുത്ത് നമുക്ക് തോരനും വയ്ക്കാം. അപ്പോൾ ഒത്തിരി ബ്രാഞ്ചസ് ആയിട്ട് അതിലുണ്ടായിക്കോളും. വലിയ ഇലകളും പറിച്ച് എടുക്കാം. എന്തൊരു വലിപ്പം നോക്കിക്കേ. വലിയ ലീഫുകൾ പറിച്ച് മാറ്റുമ്പം അതങ്ങ് വലുതായി വരും. ഒടിച്ചെടുക്കാവുന്ന തണ്ടുകളാണെങ്കിൽ നമുക്ക് തണ്ടും കറി വയ്ക്കാം. വളയുന്ന തണ്ടാണെങ്കിൽ അപ്പം നാരായിട്ടുണ്ടാവും. അതപ്പോൾ ഫുൾ പറിച്ചെടുത്തു. ഇതതിൻ്റെ റെഡ് കളറാണ്. പക്ഷെ അതങ്ങോട്ട് കുറേ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പതുക്കെ വലുതാവണുള്ളൂ. പക്ഷെ ഇതും വലുതായി കഴിയുമ്പം ലീഫ് അതുപോലെ നല്ല വലിയ ലീഫായിട്ട് വരും. ഗ്രീന് അതും ചെരുവ നിറഞ്ഞു. ഇത് റെഡ് കൊണ്ടുവന്നുടനെ ഇത്തിരി തണുത്ത വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ആ വെയിൽ കൊണ്ട് ചൂടൊക്കെ ഒന്ന് മാറി ഫ്രഷായിട്ട് കിട്ടും. നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് പ്രാണികളും പൊടിയും പിന്നെ നമ്മൾ നീം ഓയിലും ഫിഷ് ഓയിലൊക്കെ സോപ്പിൽ കലക്കിയിട്ട് ഇതിന്മേ ഇലയമേ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതും ഒക്കെ നമ്മൾ വാഷ് ചെയ്ത് കളയണം. ഇതെന്നിട്ട് നന്നായിട്ട് വെള്ളം കുടഞ്ഞ് കളയാം. കാരണം ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് വേവും. അപ്പം അധികം കുഴഞ്ഞു പോകാതിരിക്കാനും കൂടെ ആയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കൊട്ടിക്കളയാം. ഇത് മലബാർ സ്പിനച്ചിൻ്റെ ഇലയും നന്നായിട്ട് കഴുകുവാണ്. ഇതിൻ്റെയും വെള്ളം നന്നായിട്ട് കുടഞ്ഞു കളയണം. കാരണം ഇതും നന്നായിട്ട് വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങും. ഒരു സ്ലൈമി ടൈപ്പ് വെജിറ്റബിളാണിത്. നല്ല തിക്കുമാണ്, അതുകൊണ്ട് നല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ പരമാവധി വെള്ളം നന്നായിട്ട് കുടഞ്ഞു കളയാം. രണ്ടും ചോപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്യുക. ഒരു ഓണിയൻ, ചില്ലി, കുറച്ച് ടർമറിക്ക്, ഇത് കോക്കനട്ട് ഓയിലാണ്. പിന്നെ ആവശ്യത്തിനുള്ള കോക്കനട്ട് ഗ്രേറ്റഡ് എല്ലാം കൂടെ ഒന്നും മിക്സ് ചെയ്ത് അങ്ങ് സോട്ടേ ചെയ്യുക. കോക്കനട്ട് പതുക്കെ അങ്ങ് മെൽറ്റായിട്ട് വരും. അപ്പോൾ അത് മിക്സ് ചെയ്യാൻ അപ്പോൾ എളുപ്പമായിരിക്കും. ഇത് ഓവനിൽ വെച്ച് സെപ്പറേറ്റ് ചൂടൊന്നും ആക്കണ്ട. ഈ ചൂടിൽ തന്നെ കിടന്നത് പതുക്കെ വിട്ട് വന്നോളൂ. ഇത് മലബാർ സ്പിനച്ച്. അതുപോലെ എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. എല്ലാം കൂടി ഇടുക, അങ്ങ് കുക്ക് ചെയ്യുക. പിന്നെ ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങുമ്പോൾ കുറച്ച് നേരം വെള്ളം വറ്റിക്കാനും കൂടി എടുക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് സവോളയൊക്കെ നന്നായിട്ട് സോട്ടേ ചെയ്ത് വരും. ഇത് ഞാൻ കുക്ക് ചെയ്യണം നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിടയ്ക്ക് ഈ കോക്കനട്ടും ഇടയ്ക്കിടയ്ക്കെടുത്തൊന്ന് മറിച്ചിടണം, അല്ലെങ്കിൽ അത് അടിയിൽ കിടന്ന് കരിഞ്ഞു പോകരുത്. ഇങ്ങനെ പതുക്കെ തട്ടിക്കൊണ്ടിരുന്നാൽ കോക്കനട്ട് ഇളകി വരുന്നുണ്ടോ. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ എക്സ്ട്രാ ആയിട്ട് വെള്ളം ഒഴിക്കണ്ട. പിന്നെ തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്. കാരണം ഈ ഇലകൾ പെട്ടെന്ന് വേകും. ഇനി ഈ വെള്ളവും വറ്റണം. ഇതിനകത്ത് വെള്ളം നോക്കിക്കേ, നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതൊരു ഇച്ചിരി സ്ലൈമി ആയിരിക്കും. പക്ഷേ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് സോട്ടേ ചെയ്ത് വരുമ്പം കുഴപ്പമില്ലാത്ത ഒരു ഇതിൽ കിട്ടും. ഇത് കുക്കായിട്ടുണ്ട്. ഇനി അത് ഓഫ് ചെയ്തിട്ട് ഞാൻ ഒന്ന് മൂടി വയ്ക്കുവാണ്. കാരണം അതൊന്നും കൂടെ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആവണം. പക്ഷെ അധികം കുക്കാവണമെന്നില്ല. ഇനി ഇത് സ്റ്റിൽ ഓണാണ്. കുറച്ചും കൂടെ അതിൻ്റെ വെള്ളം വറ്റാനുണ്ട്. പിന്നെ ഇത് മൂടി വയ്ക്കരുത്.
കാരണം അത് ഭയങ്കരമായിട്ട് അങ്ങ് കുഴഞ്ഞു പോകും. കറിയപ്പൊക്കെ ശരിയായിട്ടുണ്ട്. നല്ല ചൂട് ചോറും ഒരു ചെറുപയർ കറി, നല്ല കച്ചമ്പൂരി ഇത് അങ്ങ് ഒഴിക്കുവാണ്. മേടിച്ച അച്ചാറാണ് ഇത്. നമ്മുടെ മലബാർ സ്പിന്നച്ച് നല്ല ചൂടുണ്ട് എല്ലാത്തിനും. ഇത് വൻപയറിൻ്റെ ഇലയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ചെറുപയറിൻ്റെ ഇല ചിലപ്പോൾ കുറച്ച് കഴിക്കും. അത് നമ്മൾ എടുക്കുമ്പം വേറെ പച്ചക്കറികളെല്ലാം കൂടെ കൂട്ടി ഒരുമിച്ച് വെച്ചാൽ മതി. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് വയ്ക്കാം. എല്ലാം നല്ല ചൂടാണ്. ഇത് അടുത്തൊരു ദിവസത്തെ കറികളാണ്. കൊത്തമരയും വൻപയറും. ഇതൊക്കെ കൊത്തമര, ഇത് വൻപയറിൻ്റെ കിളിർപ്പ് നോക്കിയിട്ട് പറിച്ച് അത് രണ്ടും കൂടെ തോരൻ വെച്ചതാണ്. ഇത് ഇന്നലത്തെ മത്തങ്ങ കുരു ഫ്രൈ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. റാഡിഷിൻ്റെ ലീവ്സും അതിൻ്റെ തണ്ടും കൂടെ തോരൻ വെച്ച് നല്ല ടേസ്റ്റാണ്. അതിലൊരു ഒണിയനും നല്ല പച്ചത്തേങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് വരുമ്പോൾ ഒരു ചവർപ്പൊക്കെ കുറച്ച് കുറയും. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതേ ഒരു വെളുത്തുള്ളി അച്ചാറുണ്ട്. ഇന്നലത്തെ മലബാർ സ്പിനച്ചിൻ്റെ തോരൻ. ചാറിന് ഇച്ചിരി പച്ചമോരാണുള്ളത്. ചെറിയൊരു കയ്പ്പൊക്കെ കാണും, ചെറുതായിട്ടേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഒണിയൻ സോട്ടേ ചെയ്യുമ്പോൾ അതിൻ്റെ സ്വീറ്റ് എല്ലാം കൂടെ വരുമ്പം നല്ല ടേസ്റ്റാണ് അതിന്. ഇതിന് ഇച്ചിരി എരിവ് കൂടുതലുണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കുറച്ച് ബാക്കി വന്നത്. അത് നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്. ഇനിയും ബാക്കി ഞാൻ കഴിക്കട്ടെ കേട്ടോ.